മോഡേൺ സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുളിശ്ശേരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ പൈനാപ്പിൾ വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരവും എരിവും പുളിയും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി നിങ്ങൾ ഈ ഓണത്തിന് തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു പുളിശ്ശേരിയായിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴും കുമ്പളങ്ങയും അതുപോലെ തന്നെ വെള്ളരിക്കയും വെച്ചൊക്കെ ആയിരിക്കുമല്ലോ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുളിശ്ശേരി തയ്യാറാക്കിയിരിക്കുന്നത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഓണം സ്പെഷ്യലായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് 1.5 കിലോ ഉള്ള പൈനാപ്പിളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ പകുതി വെച്ചിട്ടാണ് ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റാം. അതിനുശേഷം നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് പൈനാപ്പിളിൻ്റെ ഈ 2 വശമാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അതിനത് 2 വശം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നടുവെന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനത് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ വലിയൊരു ഭാഗമാണ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് നമുക്കൊന്ന് അരച്ച് ചേർക്കാനുണ്ട്. അതിനുശേഷം ഈ ഒരു രീതിയിൽ ഞാൻ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഇനി നമുക്കിൻ്റെ മുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുള്ളൊക്കെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ള പീസിൻ്റെ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്ക് ഈ ഓരോ പീസിൻ്റെയും ഈ കട്ടിയുള്ള ഈ നടുഭാഗം ഉണ്ടല്ലോ, ഇത് കുറച്ച് ഹാർഡാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ നടുവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോ പീസിന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനത്തെ നമ്മൾ പൈനാപ്പിൾ എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ചേർക്കാം. അങ്ങനത്തെ മൺചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ പീസസാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പൈനാപ്പിൾ പീസാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും ചേർക്കാം. നടുകെ കീറിയിട്ടുള്ള 2 പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അതിനുശേഷം അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 1/4 കപ്പ് പൈനാപ്പിൾ ഞാൻ അരച്ചെടുക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനകത്ത് പൈനാപ്പിളൊക്കെ ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു തിക്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടുന്നതാണ്. അതിനകത്ത് നമ്മുടെ പൈനാപ്പിളൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ പേസ്റ്റും കൂടി ചേർക്കാം. അരച്ച് വെച്ച പൈനാപ്പിൾ പേസ്റ്റും പൈനാപ്പിളുമായിട്ട് നന്നായൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കത് നന്നായൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൂട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. തേങ്ങ അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പീര ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകമാണ്, നല്ല ജീരകം, ക്യുമിൻ സീഡ്. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ടിത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായൊന്ന് അരച്ചെടുക്കാം. പൈനാപ്പിൾ അരച്ചതും കൂടി ചേർത്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വെന്തതിന് ശേഷം വേണം ഇതിലേക്ക് മധുരം ചേർക്കാണ്. ഞാനിവിടെ ഇപ്പോൾ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. ഈ ശർക്കര പൊടിയുടെ അളവെന്ന് പറയുന്നത് പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചാണ്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ പൈനാപ്പിളിന് അത്ര മധുരമില്ല. അതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂണാണ് ശർക്കര പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ. എപ്പോഴും ശർക്കര ചേർക്കുന്നതിന് മുന്നായിട്ട് പൈനാപ്പിൾ നന്നായി വെന്ത് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ മധുരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പൈനാപ്പിൾ അങ്ങനെ വേവാതെ തന്നെ കിടക്കുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച കൂട്ടും കൂടി ചേർക്കാം. മിക്സി കഴുകിയെടുത്തിട്ടുള്ള വെള്ളം കൂടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 കപ്പ്. ഇനി നമുക്കതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വല്ലാണ്ട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല.
ചെറുതായിട്ടൊരു തിള വരുന്നവരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ തേങ്ങയൊക്കെ പിരിഞ്ഞു പോവുകയുള്ളൂ. അങ്ങനെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആവുന്നവരെ തിളപ്പിച്ചെടുത്താൽ മതി. വല്ലാണ്ട് തിളച്ച് തേങ്ങ പിരിയിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷമാണ് നമ്മളിതിലേക്ക് തൈര് ചേർക്കുന്നത്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്ന് തണുത്ത ശേഷം നമുക്കിതിലേക്ക് ചേർക്കാം. പുളിശ്ശേരിക്ക് വേണ്ടി എടുത്തിട്ടുള്ള തൈരിന് അല്പം പുളിയൊക്കെ ഉണ്ടായിരിക്കണം. ഞാൻ ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് തണുത്ത ശേഷമാണ് ഈ ഒരു തൈര് ചേർക്കേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ കൂട്ടൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള തൈര് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയതായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ചെറുതായിട്ടൊരു തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം വരെ തിളപ്പിച്ചെടുത്താൽ മതി. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് താളിക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അങ്ങനത്തെ എണ്ണയൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 3 വറ്റൽമുളകാണ് ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാൻ. ഞാനിവിടെ ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് വറുത്തതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നന്നായി കുറുകി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.